ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖസമാധാനത്തോടെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും രാഗിതന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഇച്ചിരി മഴയൊക്കെ കുറവുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്താണ്, അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. അപ്പം അമ്മ കുറച്ചൊരു വെയിൽ കണ്ടപ്പോൾ മുളകൊക്കെ ഉണക്കാനിട്ട് അതൊക്കെ വറുത്ത് പൊടിക്കുന്നു. പിന്നെ എനിക്ക് കുറച്ച് തനിക്കുട്ടിൻ്റെ ഡ്രസ്സൊക്കെ യൂണിഫോം എല്ലാം ഉണങ്ങാനിടണം. ഇത് വെനസ്ഡേ ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ വരുന്നുണ്ട്. മുകളിൽ ഷീറ്റിന് താഴെ ഇടാമെന്ന് വിചാരിച്ചു. അതപ്പം ഓരോ പ്രാവശ്യം ഓടണ്ടല്ലോ മഴ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കിടന്ന് നന്നായിട്ട് ഉണങ്ങിക്കോളും. പിന്നെ ആ ചുറ്റും കണ്ടോ, ഫുൾ മരമാണ്. അതുപോലെ ഇവിടെ കുറേ അയാന്നല്ലേ പറയുന്നത്, ഞങ്ങൾ ശരിക്കും അശ എന്നാണ് കേട്ടോ പറഞ്ഞത്. അശയിൽ കൊണ്ടുപോയിരിക്കുമെന്ന് പറയും. അയയാണെന്ന് തോന്നുന്നു കറക്റ്റ്. അവിടെ ഇതുപോലെ കുറേ കമ്പികളുണ്ട്. ഒരു 9 എണ്ണം എങ്ങാണ്ട് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എത്ര തുണി വേണമെങ്കിലും വിരിച്ചിടാം, ഒരു കുഴപ്പമില്ല മഴ വന്നാലേ. അപ്പോൾ അങ്ങനെ തനുവിൻ്റെ യൂണിഫോമാണ് വൈറ്റ് കളർ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇത് കല്ലിൽ കഴുകും. ബാക്കി കുറേ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ യൂണിഫോം ഒന്നും ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് കഴുകാറില്ല, പെട്ടെന്ന് ചീത്തായി പോവുകയും ചെയ്യും. പിന്നെ വൈറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് കഴുകണ്ടേ. ഇന്ന് തനിക്കുട്ടന് സ്കൂളില്ല കേട്ടോ. വെനസ്ഡേ ആണെങ്കിലും അവൻ ഇന്ന് ഹോളിഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഞാൻ താഴെ ഹോംവർക്കൊക്കെ എഴുതണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. ഇനി ഏറ്റവും മുകളിലോട്ട് പോയി നോക്കാം. ഞാൻ കുറേ മാസങ്ങളായി ഇങ്ങോട്ട് കയറിയിട്ട്, ഏറ്റവും മുകളിൽ കയറിയിട്ട്. ഒരാവശ്യമില്ലാത്തതുകൊണ്ട് കയറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വൈകിട്ട് ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ്. ചുറ്റും നിറയെ മരങ്ങളൊക്കെ ഉണ്ട്. ഇത് മെയിൻ റോഡല്ല കേട്ടോ, സബ് റോഡാണ്. അപ്പോഴത്തേക്ക് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകിട്ട്. പക്ഷേ ഞാനിപ്പോൾ കയറിയ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു, നല്ല ചുട്ടു പൊള്ളുന്ന വെയിലായിരുന്നു. പക്ഷേ വൈകിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാൻ പണ്ടൊക്കെ വന്നിരിക്കുമായിരുന്നു. ഇപ്പം അത് അങ്ങനെ കയറാറൊന്നുമില്ല മുകളിലോട്ട്. ഇനി ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം ഞാനത് വീഡിയോ എടുക്കുന്നുണ്ട്. വേദന എടുക്കാൻ പറ്റും. ഇങ്ങനെ വന്ന് കിടക്കുന്നത് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ സോപ്പിടുന്നത് എന്തിനാണ്? പഠിക്കാതിരിക്കാൻ. നല്ല ചെറുക്കനായിട്ടോ, ആരും വിശ്വസിക്കരുത്. കുളിച്ചിട്ട് വാ. ഗ്രാമർ അല്ലേ ഇത്, പേഴ്സ് റെഡി. പെട്ടെന്ന് വാ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം കേട്ടോ. അച്ഛൻ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഇതേ അങ്ങനെ ബിരിയാണി റൈസും അതുപോലെ ഉള്ളിയും ചിക്കനും എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് കൂടുതലുണ്ട് ചിക്കൻ. അപ്പം ഞാൻ ഫ്രൈ ചെയ്യാനും കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ബിരിയാണിക്ക് കുറച്ച് മതിയല്ലോ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത്രയും വേണ്ട. അപ്പം ഇത് ബിരിയാണിക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് പൊടികളൊക്കെ ഇടാം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഗരം മസാല, ഉപ്പ്, പിന്നെ ഇത്രയൊക്കെ, കുരുമുളക് പൊടി, പിന്നെന്താ നാരങ്ങ നീരൊക്കെ ഇതാക്കി അതൊരു അരമണിക്കൂറത്തേക്കെങ്കിലും മാറ്റി വെച്ചേക്കാം. അതുപോലെ ഞാൻ ഫ്രൈ ചെയ്യാനുള്ളതും വെച്ച്, ഫ്രൈ ചെയ്യുന്നത് ഇന്ന് കുറച്ചേ ഫ്രൈ ചെയ്യുള്ളൂ, ബാക്കി ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് മാറ്റി വെക്കും. പിന്നെ അരി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അതും ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കാം. പിന്നെ പപ്പടമൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ, ഇത് അമ്മ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതിന് മുമ്പ് ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഉള്ളി അരിയുന്നത് ഒരു ടാസ്ക്കാണ്, പ്രത്യേകിച്ച് ഈ സവാള അരിയുന്നത് കണ്ണിൽ കൂടെ കുടുകൂടാ വെള്ളം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വെള്ളത്തിനകത്തോട്ട് മുറിച്ചിടുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എടുത്ത് അരിഞ്ഞാൽ അത്രയും കണ്ണിൽ വരില്ല. അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടും അരിഞ്ഞെടുക്കാം കേട്ടോ, അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടി, ബിരിയാണിക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മസാല ഉണ്ടാക്കുമ്പോഴേ എല്ലാവരും ചെയ്യുമെന്ന് പറഞ്ഞൂടെ, എനിക്ക് കുറച്ച് പൊരിച്ച ചിക്കനിൽ ഉണ്ടാക്കാനാണ് ഇഷ്ടം. പക്ഷേ നല്ല ടേസ്റ്റും ആയിരിക്കും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മസാല ഉണ്ടാക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പൊരിക്കാൻ വേണ്ടി ഇടുവാണ്. ചിക്കൻ അങ്ങ് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കത്തില്ല, ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് കുറച്ച് നേരം കുറച്ച് നേരം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ എന്നിട്ടാണ് ഞാൻ ആ ഉള്ളിയിൽ കൂടെ എടുത്തിടുള്ളൂ. പലരും പല രീതിയിലല്ലേ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കണമെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് പൊതുവേ ബിരിയാണി, നോൺ വെജ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സദ്യ ഓക്കെയാണ്, എങ്കിൽ കൂടിയും എനിക്ക് നോൺ വെജ് ഐറ്റംസാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. ആവണമെന്നൊക്കെ വിചാരിക്കും കേട്ടോ, പക്ഷെ നടക്കില്ല. ഞാൻ എന്തെങ്കിലും വ്രതം അങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ മറ്റേ സോയാബീൻ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പൊരിച്ച് കഴിക്കും.
ഉള്ളിയൊക്കെ ഏതാണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഇനി അടുത്ത സെറ്റ് ഞാൻ 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതെല്ലാം വറുത്തെടുത്തു. അതിന് ശേഷം നമ്മുടെ കാഷ്നട്ടും പിന്നെ അതുപോലെ തന്നെ മുന്തിരിയും എല്ലാം വറുക്കാനുള്ള സാധനങ്ങളൊക്കെ ആ എണ്ണയിലിട്ട് എന്നെ വറുത്ത് കോരിയെടുത്തു കേട്ടോ. ഇത് ഇത്രയും വറുത്ത് വെച്ചാലും പകുതിയോളം ഞാൻ കഴിക്കും. ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കഴിച്ചുകൊണ്ടും ഇരിക്കും. അവസാനം ഇടാൻ നേരത്ത് കുറച്ചേ കാണാറുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി ഉള്ളിയിട്ട് നന്നായിട്ട് ഞാൻ ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് ബാക്കി ഉള്ളിയിട്ട് വഴറ്റിയെടുക്കുന്നത്. പിന്നെ പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി നേരത്തെ ഇട്ട് അതേ സെയിം എല്ലാ കറിക്കിടുന്ന എല്ലാ പൊടികളും ഇട്ട് മസാല, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. എല്ലാ മസാലയാണെങ്കിൽ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കില്ലേ. നമ്മൾ ചിലയിടത്തു നിന്ന് വാങ്ങുന്ന ബിരിയാണി ഒട്ടും കൊള്ളൂലായിരിക്കും. എനിക്കാണെങ്കിൽ നല്ല ഉള്ളിയൊക്കെ നല്ല എണ്ണയിലിട്ട് ഭയങ്കരമായിട്ട് വഴറ്റിയെടുത്ത് അങ്ങനെ ഉള്ള ബിരിയാണി കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഇതുപോലെ എൻ്റെ കയ്യിൽ ബിരിയാണി പോട്ടില്ല. ഞാൻ കയ്യിലുണ്ടായിരുന്നൊരു സംഭവത്തിൽ ചിക്കനും വെച്ച് പിന്നെ റൈസൊക്കെ ഇട്ട് എൻ്റെ മുകളിൽ എന്താ പറയുക നട്ട്സും എല്ലാം ഇട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ബിരിയാണി നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു 3 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇട്ടത്. നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാലഡ് ഉണ്ടാക്കി. പിന്നെ നേരത്തെ പപ്പടം ഉണ്ടല്ലോ, പിന്നെ മുട്ടയും പുഴുങ്ങി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി ക്ലീനിങ്ങിലോട്ട് പോകാൻ. ഇനിയിപ്പോൾ കർക്കിടക വാവ് വരെയല്ലേ, അപ്പോൾ അതിന് മുമ്പ് ഫുൾ ക്ലീൻ ചെയ്യണ്ടേ. അപ്പോൾ ഓരോ പാർട്ടായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയിലിരിക്കുന്ന ഈ ഒരു ഷോക്കേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് കുറേ നാളായി അത് ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെക്കും. ഈ കല്യാണക്കുറി അതുപോലെ തന്നെ എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടുന്നതൊക്കെ പെട്ടെന്ന് അതിൻ്റെ ഇടയിൽ കൊണ്ടുവെക്കാറുണ്ട് ഞങ്ങൾ. ഞാൻ ഇപ്പോൾ എടുക്കുന്നൊരു ഇൻഷുറൻസിൻ്റെയാണ് കേട്ടോ, SBIയുടെ. അത് സമ്പൂർണ്ണ ക്യാൻസർ സുരക്ഷാ പോളിസി. പക്ഷേ അത് നല്ലതാണ് കേട്ടോ. ഒരു വർഷത്തേക്ക് 2000 രൂപയുള്ളൂ. ഈ കാണിക്കുന്നത് തനുവിൻ്റെ സ്കൂളിലെ ഡാൻസിനുണ്ടായിരുന്നത് പണ്ട് കുഞ്ഞിലേ ഉള്ളത്. അപ്പോൾ അതൊന്നും ഞാൻ കളഞ്ഞില്ല. ഇതൊക്കെ എൻ്റെ അനിയത്തി വരയ്ക്കുന്നതാണ് കേട്ടോ, ആ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഇൻഷുറൻസിൻ്റെ കാര്യം, അത് നല്ലതാണ് കേട്ടോ. നമുക്ക് എനിക്ക് തോന്നുന്നു 10 ലക്ഷം വരെ അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ചേട്ടൻ എനിക്ക് വേണ്ടി എടുത്തതാണ്. പക്ഷേ അത് എടുത്ത് വെച്ചേക്കുന്നത് നല്ലതാണ്. ഒരു വർഷത്തേക്ക് 2000 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. 65 വയസ്സ് വരെ എങ്ങാണ്ട് എടുക്കാം. അതൊന്ന് നോക്കിയാൽ മതി, എല്ലാ ബാങ്കിലും കാണും. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അത്. പിന്നെ ഓരോന്നായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. മറ്റേ ധാത്രിയുടെ ഫേസ് പാക്കൊക്കെ ഞാൻ പണ്ടെങ്ങോണ്ട് വാങ്ങിയതാണ്. അത് ഞാൻ അതൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്തോ ഫേസിലിടുന്ന ക്രീമോ എന്ത് ജെല്ലെങ്ങാണ്ടാണ്. അതെൻ്റെ സിസ്റ്റർ വാങ്ങിയതാണ്. ഇതെല്ലാം അവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിരിക്കും. ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് അറിയുന്നത് കേട്ടോ. കുറേ നാളായി ഈ ഒരു ഷോക്കേസിൽ നിന്ന് സാധനം എടുക്കുക. എന്തെങ്കിലും ആവശ്യത്തിന് ഗ്ലാസ് വേണമെങ്കിൽ എടുക്കും. ഈ സംഭവം എൻ്റെ അനിയത്തി ചെയ്തതാണ്. ചുമ്മാ ഇരുന്നപ്പോഴത്തേനും അവൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. എടുത്തു വരുമ്പോഴത്തേക്ക് ഇതിൽ പകുതി കൂടുതൽ സാധനങ്ങളും വേസ്റ്റ് ആയിരിക്കും കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ തിരിച്ച് വയ്ക്കത്തുള്ളൂ. എനിക്കിങ്ങനെ ഈ ആക്രി സാധനങ്ങളെല്ലാം കൂടെ സൂക്ഷിച്ച് വയ്ക്കുന്ന വലിയ താല്പര്യമില്ല. ഇതെൻ്റെ പഴയ ഫോണാണ്. സാധാരണ ഇവിടെ മറ്റേ ആക്രി ആപ്പില്ലേ, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവർ വന്ന് എടുത്തുകൊണ്ട് പോകുമല്ലോ സാധനങ്ങൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓർഡർ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അവർ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഈ ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ കൊടുത്തിട്ട് മുന്നേയൊക്കെ പെട്ടെന്ന് വരും കേട്ടോ. ഇന്ന് കൊടുത്താൽ നാളെ വന്നിട്ട് അവർ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും, പൈസയും തരും. പക്ഷേ ഇത് 2 ആഴ്ചയായി അവർ ഇതുവരെയും വന്നിട്ടില്ല. ഒന്നുകൂടി വിളിക്കണം. പ്ലാസ്റ്റിക് മറ്റേ ഹരിത കർമ്മയുണ്ടല്ലോ, അവർ വന്നെടുക്കും. കുറേ ഇരുമ്പിൻ്റെ സാധനങ്ങൾ അതൊക്കെ ആക്രി ആപ്പിൽ വിളിച്ചാൽ കൊടുക്കുക. പിന്നെ ഇത് 2017 എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അനിയത്തി തന്ന കേട്ടോ. ആ ഒരു കപ്പ് ഞാൻ അനിയത്തിയായിട്ടുള്ളത്. ആ എടുത്ത സംഭവങ്ങളെല്ലാം ഞാൻ ഡൈനിങ് ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യമുള്ളതൊക്കെ നല്ല കഴുകി എടുത്തിട്ട് തിരിച്ചു കൊണ്ട് വയ്ക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ നിറയെ പൊടിയുണ്ട് കേട്ടോ. പൊടിയൊക്കെ ഒന്ന് വാക്യൂം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല പൊടിയുണ്ട്. ചില സമയത്ത് ആ ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസ് ഇടാതിരിക്കുമ്പോൾ ഗ്ലാസ് എപ്പോഴും ഇട്ടിരുന്നാൽ അത്രയും പൊടി വരത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടി തുറന്നിട്ട് ഗ്ലാസ് ഇങ്ങനെ തുറന്നിടുമ്പോഴത്തേനും ഫുൾ പൊടിയായിരിക്കും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പൊടിയെല്ലാം പിടിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചിട്ട് അകവും പുറവും എല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ എടുത്ത പ്ലേറ്റും ഗ്ലാസ്സും എല്ലാം ഒന്ന് കഴുകി തുടച്ചെടുക്കാം. വെയിലത്ത് വെച്ച് ഉണക്കാൻ അത്ര വലിയ വെയിലൊന്നുമില്ല കേട്ടോ ഇപ്പം. അപ്പോൾ അതുകൊണ്ടൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്ക തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ഇതെല്ലാം കൊണ്ട് തിരിച്ച് വയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒരു ഹൈ എങ്കിലും കമൻറ്റ് ചെയ്തേക്കണേ. അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. മറക്കാണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ.
അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ല കമൻറ്റിൽ നിങ്ങളുടെ സജഷൻസും പറയാം കേട്ടോ. അങ്ങനെ ഞാൻ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം തിരിച്ച് എല്ലാം എടുത്ത് വെച്ച് കേട്ടോ, അതത് സ്ഥാനത്തേക്ക്. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പിന്നെ കുറേ മരുന്നിൻ്റെ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു തനിക്കുട്ടനൊക്കെ യൂസ് ചെയ്തത്, ഇതെല്ലാം ഇനി കളയാനുള്ളതാണ്. അപ്പം മരുന്നിൻ്റെ കുപ്പികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ക്ലീനായി. പിന്നെ കിച്ചണിൻ്റെ തറയൊന്ന് ഇവിടെ ആണെങ്കിൽ തുടക്കുകയല്ല ചെയ്യുന്നത്, ഇതുപോലെ വൈപ്പർ വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളയുക ചെയ്യുന്ന അടുക്കള എപ്പോഴും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ബൈ.